ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫൺ ടെക്കീസ്. ഇന്ന് സാറ്റർഡേ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചു. ഷോപ്പിംഗ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീക്ക് ഡേയ്സിൽ നമുക്ക് അധികം സമയം കിട്ടാത്തതുകൊണ്ട്, സോ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനുവേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇനി ഈ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് ലുലു മാളിലേക്കാണ്. അവിടെ നല്ല ചെന്നമലും പോകുന്നുണ്ട്. അവിടെ എങ്ങനെ റഷ് ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ H&Mന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്ത് പോയി നോക്കാം അവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ H&Mന്റെ അകത്ത് കയറി. അപ്പോൾ ആദ്യം നമ്മൾ ലേഡീസിൻ്റെ സെക്ഷനിലാണ് നോക്കിയത്. അതെല്ലാം നോക്കിയിട്ട് ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ മെൻസിൻ്റെ സെക്ഷനിലും ജസ്റ്റ് ഒന്ന് കയറാൻ നോർത്തു. അങ്ങനെ നമ്മൾ കുറച്ചായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ H&Mലൊക്കെ കയറിയിട്ട് കുറേ ആയി. സോ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് നോക്കി. നമ്മൾ ഉദ്ദേശമൊന്നും കിട്ടിയില്ല. സോ വി ആർ ഡിസപ്പോയിൻറ്റഡ്. നമ്മൾ H&Mന്റെ അകത്തൊക്കെ പോയി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഫേസ് കണ്ടാലേ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോൾ ലുലുവിലേക്കാണ് പോകുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല റഷ് ആയിരിക്കും. നമുക്ക് പാർക്കിംഗ് തന്നെ ശരിക്കും കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പോയി നോക്കിയിട്ട് നോക്കാം പാർക്കിംഗ് കിട്ടുമെന്ന്. റൈറ്റ് സൈഡിൽ സിഗ്നൽ ബ്ലോക്ക് ഉണ്ട്. ഇത്രയും കടന്നു വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ലുലുവിൽ ചെന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ യൂഷ്വലി വീക്കെൻഡിൽ ലുലുവിൽ പോകുന്ന സമയത്ത് ആ എൻട്രൻസിൻ്റെ അവിടെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഒരു 2-3 തവണ കറങ്ങും. എന്നിട്ടാണ് എൻട്രൻസിൻ്റെ അവിടെ പാർക്കിംഗ് കിട്ടുന്നത്. ഇത്തവണ ചെന്നപ്പോൾ തന്നെ എൻട്രൻസിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഫാഷൻ സ്റ്റോറിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ ബബിൾ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലബ് സുലൈമാനിയിൽ നിന്ന്. അത് കൂടാതെ തന്നെ നമ്മൾ ഡൊമിനോസിൽ നിന്ന് ഒരു ചീസ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് ട്രൈ ആയിരുന്നു ചീസ് ചിക്കൻ. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു സ്മോക്കി ഗ്രിൽഡ് വിങ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ചീസ് ചിക്കനും ബോബയും കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചീസ് ചിക്കനും ബോബയും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ അതുകൊണ്ട് ചിക്കൻ വിങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ചിക്കൻ വിങ്സിൻ്റെ പാർട്ട് മിസ്സായിട്ടുള്ളത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ലുലു ഫാഷനിലേക്കായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ക്ലിപ്പിങ്സ് ഇതിൽ ആഡ് ചെയ്യാണ്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലുലു ഹൈപ്പറിലേക്ക് പോയി. അവിടെ കുറച്ച് ഐറ്റംസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പിക്കിൾസിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ എനിക്ക് ഈ ഉപ്പിലിട്ടതൊക്കെ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ മിസ്സായിട്ടോ. എന്നിട്ടും നമ്മൾ ഒരു 2:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയത്. നമ്മൾ ലുലുന്ന് തിരിച്ചിറങ്ങുമ്പോഴേക്കും ഒരു 7:38 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് ഒന്നും വാങ്ങാനില്ലെങ്കിലും ലുലുവിൻ്റെ ഹൈപ്പറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഈ പിക്കിൾസിൻ്റെ സെക്ഷനിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ സീ യു ഗൈസ് ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.